സംഗമിക്കുന്നത്. ഈ ജബലുന്നൂർ എന്ന പ്രകാശ പർവ്വതത്തിന്റെ ഉച്ചിയിലാണ് ഹിറ എന്ന ഗിരിഗഹ്വരം ഗുഹ. അവിടെയാണ് നുബുവത്തിന്റെ പ്രവാചക ലബ്ധിയുടെ മുന്നേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് തിരിഞ്ഞ് ധ്യാന നിമഗ്നനായി ഇരുന്നത്. ദൂരെ അവിടെ കാണുന്നതാണ് കഅബ. അത് ദൂരെ എന്നാണ് അവിടെ കാണിക്കണേ, അല്ല പിന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഹളറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് പരിശുദ്ധ ഖുർആനിലെ ആദ്യ 5 വചനങ്ങൾ ഓതി കൊടുക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലെ ആദ്യ അവതരണം. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് സൂറത്ത് മുസ്സമ്മിലിലെ ആദ്യ 5 വചനങ്ങൾ ഇറങ്ങുന്നത്. പിന്നീട് പൂർണ്ണമായി ഇറങ്ങുന്നത് സൂറത്തുൽ അൻആമാണ്. വിവിധ ഘട്ടങ്ങളിലാണ് പിന്നീട് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഖുർആൻ ഇറങ്ങുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നാവിട്ടടിക്കും. അത് മനഃപ്പാടമാക്കണം, ഓതാൻ പഠിക്കണം, അതിൻ്റെ ഖിറാഅത്ത് ശൈലി പഠിക്കണം. അപ്പോൾ അല്ലാഹു പറഞ്ഞു, അലാ തുഹർരിക ലിസാനക ലിതഅജല ബിഹി, ഇത് എളുപ്പമാകാൻ വേണ്ടി നിങ്ങൾ നാവിട്ട് ചലിപ്പിക്കണ്ട നബിയെ, നമ്മളാണ് ഇതെങ്ങനെ ഓതിത്തരണമെന്ന് പറയുന്നവൻ. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ നമ്മളാണ് ഇത് വ്യാഖ്യാനിക്കുന്നവൻ. അപ്പൊ അള്ളാഹു പറഞ്ഞതാണ് ഖുർആൻ, അല്ല നാട്ടുകാർ പൂർവ്വം പരിഭാഷ ഇറക്കിയിട്ട് കാര്യമില്ല. അള്ളാഹു പറഞ്ഞത് മാത്രമായിരിക്കും. ഹബീബ് നിങ്ങളെ അങ്ങനെയാണ് 6600 സംതിങ് ആയത്തുകൾ വത്തഖൂ യൗമൻ ഫീഹി തുർജഊന ഇലല്ലാഹ് എന്ന ഖുർആനിലെ അവസാനത്തെ ആയത്ത് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി. അപ്പോൾ ഖുർആനിന്റെ ലോകത്തെ മഹാവെളിച്ചമായി, നന്മയായി, ധാർമ്മികതയായി, വിപ്ലവമായി, സാഹോദര്യമായി, എല്ലാമായി ഇറങ്ങിയ മഹാവേദ ഗ്രന്ഥത്തിന്റെ തുടക്കം ഇവിടുന്നായിരുന്നു. മാഷാ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ, വായിക്കൂ നബി എന്ന് പറഞ്ഞു. മാ അന ബിഖാരിൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാഭ്യാസം പഠിക്കാത്ത പ്രവാചകനായിരുന്നു. പ്രവാചകന്റെ ഒരു മുഅ്ജിസത്താണ്. കാരണം റസൂലുള്ള ഖുർആൻ സ്വന്തമായി എഴുതിയുണ്ടാക്കിയതാണെന്നൊരു വാദം ഖുറൈശികൾക്ക് ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ലാത്ത വിധം ഒരു മദ്രസയിലും പോയി പഠിച്ചിട്ടില്ലാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാവിൻ തുമ്പിലൂടെയാണ് അനശ്വരമായ ലോകസത്യം